ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വിവിധ സങ്കീർത്തനങ്ങൾ പഠിക്കുവാനും ധ്യാനിക്കുവാനും അതിലുപരിയായി കൂടുതലായി ചിന്തിക്കുവാനും ദൈവവുമായൊരു നല്ല ബന്ധം സ്ഥാപിക്കുവാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ സങ്കീർത്തന മാതിരി എന്ന് പറയുന്ന എപ്പിസോഡ് പഠന പരമ്പര. കഴിഞ്ഞ ദിനങ്ങളിലായി 22-ാം സങ്കീർത്തനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 22-ാം സങ്കീർത്തനം 14 വാക്യങ്ങളിലായി 9 എപ്പിസോഡുകൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഇത് 22-ാം സങ്കീർത്തനത്തിൻ്റെ തന്നെ 10ാമത്തെ എപ്പിസോഡാണ്. 15-ാമത്തെ വാക്യം: എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു, എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിയിരിക്കുന്നു, നീ എന്നെ മരണത്തിൻ്റെ പൊടിയിലിട്ടിരിക്കുന്നു. ആദ്യമായി നമുക്ക് 15-ാമത്തെ വാക്യം അല്പമായി ചിന്തിക്കാം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 22-ാം സങ്കീർത്തനം നമ്മുടെ കർത്താവിൻ്റെ ജനനത്തിന് മുൻപ്, മനുഷ്യാവതാരത്തിന് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് സങ്കീർത്തനക്കാരനായ ദാവീദ് എഴുതിയതാണ്. വേദചിന്തകന്മാർ പറയുന്നതും പഠിപ്പിക്കുന്നതും പോലെ ദാവീദിൻ്റെ വ്യക്തിജീവിതത്തിൽ അനുഭവിച്ച, എതിരാളികളുടെ ഇടയിൽ അനുഭവിച്ച നൊമ്പരപ്പെടുത്തലുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അതിൽ പ്രതിബിംബിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മുടെ കർത്താവിൻ്റെ ഒരു പീഡാനുഭവ ധ്യാനമായി പിതാക്കന്മാർ ഇതിനെ കാണുന്നുണ്ട്. ഇതിലെ വാക്കുകളും വാചകങ്ങളും ധ്യാന രീതികളുമൊക്കെ ക്രൂശന്മേലുള്ള നമ്മുടെ കർത്താവിൻ്റെ സാക്ഷ്യമായി പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കയറിയിറങ്ങി വരുന്ന, അതായത് മനോഭാവത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു സാധാരണ വ്യക്തിയുടെ ജീവിതത്തിൽ തെളിവായി വരുന്ന ചില കാര്യങ്ങൾ, അത് മാറിയും മറിഞ്ഞും വരികയാണ്. ചിലപ്പോൾ മനസ്സിലുണ്ടാകുന്ന ഫീലിങ്ങുകൾ, മറ്റ് ചിലപ്പോൾ തിരിച്ചറിവുകൾ, വീണ്ടും ആരംഭത്തിലെ ഭാഗത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം കയറി ഇറങ്ങി വരുന്നുണ്ട്. 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്. അത് അതിൻ്റെ ഒരു തുടർച്ചയാണ്. എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു, എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിയിരിക്കുന്നു, നീ എന്നെ മരണത്തിൻ്റെ പൊടിയിലിട്ടിരിക്കുന്നു. ഈ 3 സെൻറ്റൻസുകളിലായി 3 ചിന്തകളാണ് സങ്കീർത്തനക്കാരൻ പങ്കുവെക്കുന്നത്. തൻ്റെ ജീവിതാനുഭവത്തെ പലതുമായി ദാവീദ് ബന്ധപ്പെടുത്തുന്നുണ്ട്. കാളകളാൽ വലയപ്പെട്ട, ബാശാൻ കൂറ്റന്മാരാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന, അലറുന്ന സിംഹത്തിൻ്റെ മുൻപിൽ അകപ്പെട്ടു പോയ ഒരനുഭവത്തെ പോലെ ഒരു സമയത്ത് ദാവീദ് പറഞ്ഞു. വെള്ളം പോലെ ഒഴുക്കപ്പെട്ട അവസ്ഥയെപ്പറ്റി പറഞ്ഞു. അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നതിനെ പറ്റി പറഞ്ഞു. മെഴുകുപോലെ ഉരുകുന്ന ഹൃദയാനുഭവത്തെപ്പറ്റി പറഞ്ഞു. അതിനുശേഷമാണ്, അതിൻ്റെ തുടർച്ചയായിട്ടാണ് പറയുന്നത്, എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു. എന്തായിരിക്കാം ദാവീദ് അങ്ങനെ പറയാനുള്ള കാരണം? നമ്മുടെ വ്യക്തിജീവിതവുമായിട്ട് അതിനുള്ള ബന്ധം എന്താണ്? ഓട്ടുകഷ്ണം പോലെ എൻ്റെ ശക്തി ഉണങ്ങിയിരിക്കുന്നു. ഓടിൻ്റെ പ്രത്യേകത, താഴെ വീണാൽ പൊടിഞ്ഞു പോകും. ഓട് ആ സ്ട്രക്ചറിലായിരിക്കുമ്പോൾ വീട് മേയാനും മറ്റും ഉപയോഗിക്കും. ഓടുകൊണ്ട് തന്നെ മറ്റു പല രീതിയിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനും പറ്റും. വിളക്കുകളും മറ്റും രൂപപ്പെടുത്താം. അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുരമേയാനുള്ള ടൈപ്പിലുള്ള ഓടുകൾ. ഇത് രണ്ടുമുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജായ, പഴയ നിയമത്തിൻ്റെ ഒറിജിനൽ ലാംഗ്വേജായ ഗ്രീക്കിലേക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ, ആ വാചകം എടുത്ത് നോക്കുമ്പോൾ 2 രീതിയിലുള്ള അനുഭവങ്ങളാണ് ഉള്ളത്. താഴെ വീണാൽ പൊട്ടിപ്പോകുന്ന ആ ടൈപ്പിലുള്ള കളിമണ്ണ് കൊണ്ടുള്ള ഓടം, കളിമണ്ണിലാലുള്ള ഓടം, ലോഹത്താലുള്ള ഓടം, ഇത് രണ്ടും ഇതിൻ്റെ അകത്തിൽ വരുന്നുണ്ട്. അപ്പോൾ കളിമണ്ണ് കൊണ്ടുള്ള ഓടും ലോഹത്താലുള്ള ഓടും. കളിമണ്ണ് കൊണ്ടുള്ള ഓടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് താഴെ വീണാൽ പൊട്ടിപ്പോകുന്നതാണ്. ലോഹത്താലുള്ള ഓടെന്ന് പറയുന്നത് കട്ടിപിടിച്ചിരിക്കുന്ന മറ്റൊരു തലമാണ്. അതും താഴെ വീണാൽ പൊട്ടിപ്പോകും, പക്ഷേ അത്ര പെട്ടെന്ന് പൊട്ടിപ്പോകത്തില്ല. കളിമണ്ണ് കൊണ്ട് ഒരു സംഗതി ഉണ്ടാക്കുന്നത് ഒന്നുകൂടി എളുപ്പമാണ്. പക്ഷേ ലോഹമായ ഓട്, അതുകൊണ്ട് ഒരു സാധനം രൂപപ്പെടുത്തുക എന്ന് പറയുന്നത് അതിനൊത്തിരി പ്രതിസന്ധികളുണ്ട്. അതിനെ ഉരുക്കിയെടുക്കണം, അതിനെ അടിച്ചു പരത്തണം, ഒരുപാട് സംഗതികളുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു. ഓട്ടുകഷ്ണം പോലെ ശക്തി ഉണങ്ങിപ്പോകുക എന്ന് വെച്ചാൽ മറ്റൊന്നിനോട് ചേരാതെ
പ്രവർത്തിക്കാൻ പറ്റാതെ കഠിനമായി പോയിരിക്കുന്ന ഒരവസ്ഥ, ശക്തി നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥ, അതായത് പൊട്ടിപ്പോയ ഒരു ഉപകരണത്തിൻ്റെ ഭാഗമായ ഒരവസ്ഥ. നമ്മൾ ഓർത്തോണം, മെടയാൻ ഉപയോഗിക്കുന്ന ഓട് ചിതറിക്കിടക്കുന്നത് കണ്ടാലുള്ള അവസ്ഥ നമുക്കറിയാം. ലോഹത്താൽ രൂപപ്പെടുത്തിയിരിക്കുന്ന വസ്തു അത് ചിതറിക്കിടന്നാൽ അതിൻ്റെ അവസ്ഥ നമുക്കറിയാം. അതായത് ചിതറിയോ പൊട്ടിയോ പോയിരിക്കുന്ന ഒരു വസ്തു എപ്രകാരം നിഷ്പ്രയോജനമായി പോയിരിക്കുന്നുവോ ആയതുപോലെ ദൈവമേ എൻ്റെ ശക്തി ആയി മാറ്റപ്പെട്ടിരിക്കുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യശക്തി എന്ന് പറയുന്നത് വലുതാണ്. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങളാണ് ദൈവകൃപയാൽ ചെയ്യാൻ പറ്റുന്നത്. പിടിച്ചാൽ കിട്ടാത്ത ശക്തിയാണ്, കാട്ടുകുതിരകളേക്കാൾ ശക്തിയുള്ളതാണ്. മനുഷ്യൻ്റെ ശക്തി എന്ന് പറയുന്നത് ഓർത്തോണം, മനുഷ്യനേക്കാൾ ഇരട്ടി 10 മടങ്ങ് ബലമുള്ള പല ജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്ന ശക്തിയാണ്, ലോകത്തെ ഭരിക്കുന്ന ശക്തിയാണ്, മാറ്റിമറിക്കുന്ന ശക്തിയാണ്, കീഴ്പ്പെടുത്തുന്ന ശക്തിയാണ്, അധികാരമുള്ള ശക്തിയാണ്. ഒരു മനുഷ്യന് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ നോക്കും, ചില മനുഷ്യരെ കണ്ടാൽ രൂപഗുണമൊന്നുമില്ല, ഭൗതിക ശക്തിയൊന്നുമില്ല, പക്ഷേ അവരെടുക്കുന്ന ചുമടുകൾ അതെന്തൊരു വലിയ ശക്തിയോടെ കൂടിയ എന്തൊരു ബലമാണെന്ന് വിചാരിച്ചോണം. ആകെ 60-70 കിലോ ഭാരമുള്ള മനുഷ്യൻ അവനേക്കാൾ വലിയ ഭാരമുള്ള വസ്തുക്കൾ പൊക്കിയെടുക്കും. ഊണും ഉറക്കവുമില്ലാതെ പല കാര്യങ്ങൾ ചെയ്യും, പലരെ സഹായിക്കാനിറങ്ങി പുറപ്പെടും. മനുഷ്യന് ശക്തി ഒത്തിരിയുണ്ട്. നല്ല പ്രായമായാലും പണി ചെയ്യും. എന്നാൽ മറ്റു ചില സമയത്ത് ആരോഗ്യവും ബലവുമുള്ള പലരും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായിപ്പോകും. ഭയങ്കരമായിട്ട് ഉറക്കം തൂങ്ങികളാണ്. ഒരു കൊച്ചു കാര്യം പോലും എടുക്കാൻ പറ്റത്തില്ല, കുറച്ചുപോലും ദൂരം നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എല്ലാ കഴിവും ശക്തിയും ഉണ്ടെങ്കിലും ശക്തിയില്ലാതെ പോകുന്ന മനുഷ്യ മനസ്സിൻ്റെ ഒരു തലമുണ്ട്. കാരണം നമ്മൾ എത്രമാത്രം ശക്തമായി ഓടിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഒരു കൊച്ചു വാർത്ത കേട്ടാൽ മതി. ചിലർ തന്നെ ആലോചിച്ചോണം, അവധി കിട്ടിയാൽ പോലും അവർ നാട്ടിൽ വരത്തില്ല, വിദേശങ്ങളില്ല, ഓവർ ടൈം ചെയ്യും, ഭക്ഷണം കഴിച്ചില്ലേലും വേണ്ടില്ല, ഇത്ര മണിക്കൂർ ഡ്യൂട്ടി ചെയ്യാൻ ഓടിക്കൊണ്ടിരിക്കും, ഊണും ഉറക്കവുമില്ലാതെ പണി ചെയ്യും, എഴുതും, വായിക്കും, പഠിക്കും. അതൊന്നും ഒരു പ്രശ്നവുമില്ല. കാരണം ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും പ്രിയമുള്ളവരെ, മനസ്സിനൊരു ശക്തി വേണം, ഒരു ബലം വേണം, ഒരു പോസിറ്റീവ് സ്പിരിറ്റ് വേണം. എന്നാൽ ഇരിക്കുന്നിരിപ്പിൽ മനുഷ്യൻ്റെ മനസ്സിനെ തകർക്കുന്ന ഒരു വാർത്ത കേട്ടാൽ പ്രഷർ കൂടും, ഷുഗർ കുറയും, തലവേദന വരും, ശരീരത്തിൽ മൊത്തത്തിൽ ഒരു വലിയ രാസമാറ്റമാണ് വരുന്നത്. നമുക്ക് തന്നെ അറിയാം, ഒരു ഭയമാകയായിരുന്നു വരുന്നത്. ഒരു പ്രത്യേക ശബ്ദം കേൾക്കുമ്പോൾ, ഒരു പട്ടി കടിക്കാൻ വരുമ്പോൾ, ഒന്ന് കാല് തട്ടുമ്പോൾ ശരീരത്തിൻ്റെ ആ ഒരു രാസഗതികങ്ങളൊക്കെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്ര ശക്തരാണെന്ന് പറഞ്ഞാൽ പോലും ഉണങ്ങി കൊട്ടനടിച്ച പോലെ ഇരിക്കുകയാണ്. ഉണങ്ങി കൊട്ടനടിക്കുന്ന ഒരവസ്ഥ, ഓട്ട് കഷ്ണം പോലെയാകുമ്പോൾ ഉണങ്ങി കൊട്ടനടിച്ചിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുകയാണ്, പ്രയോജനമില്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഉണങ്ങി ഓട്ട് കഷ്ണം പോലെ ആയിരിക്കുന്ന പലരും നമ്മളുടെ ഇടയിലുണ്ട്. നമ്മൾ അവരോട് ചോദിക്കും, നിനക്കെന്തു പറ്റി? ചിലപ്പോൾ ഒരു കാര്യം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ പോലും വാങ്ങിച്ചുകൊണ്ട് വരത്തില്ല. ഭാര്യ ഭർത്താവിനോട് പറയും, ഇന്ന് നിങ്ങൾ വരുമ്പോൾ ഇന്നത് വാങ്ങിച്ചുകൊണ്ട് വരണം. അവൻ ഓർക്കത്ത് പോലുമില്ല. എതിരെ അവൻ്റെ ഒരു പ്രിയപ്പെട്ടവൻ വരുന്നു, ഒന്ന് ചിരിക്കത്ത് പോലുമില്ല. ഒരു കാര്യത്തിന് ക്ഷണിച്ചാലൊന്ന് പോകത്ത് പോലുമില്ല. ആരോടും മിണ്ടാൻ വയ്യ, സംസാരിക്കാൻ വയ്യ, തമാശ പറയാൻ വയ്യ. ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ നമ്മൾ ഓർത്തോണം, അവൻ്റെ ശക്തി നഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ ശക്തി നഷ്ടപ്പെടുന്നത് പോലെ അതേ സാഹചര്യത്തിലൂടെ പോകുന്ന എൻ്റെ സഹോദരങ്ങളുടെ ശക്തിയും നഷ്ടപ്പെടുന്നുണ്ട്, വേദനയിലാകുന്നുണ്ട്. നമുക്ക് ദൈവത്തോട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. ക്രൂശിന്മേൽ കടന്ന കർത്താവ് അതിവേദന കൊണ്ട് നുറുക്കപ്പെട്ടപ്പോഴും വേദനകൾ അനുഭവിച്ചപ്പോഴും അവൻ നിരാശനായില്ല. ഓട്ട് കഷ്ണം പോലെ അവൻ്റെ ശക്തി ഒരുപക്ഷെ ക്ഷയിച്ചെന്ന് മറ്റുള്ളവർക്ക് തോന്നിയപ്പോഴും അവൻ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിതാവ്, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. പിതാവ്, എൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു. ഇതൊക്കെ പറഞ്ഞത് ഒരു പ്രത്യേക ശക്തിയില്ല.
നമ്മൾ പറയത്തില്ലയോ, ഒരു ഓടക്കുഴൽ നല്ല ശബ്ദം പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്ത്രികളൊക്കെ ശരിയായിരിക്കണം, സംഗതികളൊക്കെ കറക്റ്റ് ആയിരിക്കണം. ചിലപ്പോൾ പാഴ്മുളയും പാടും. ഒരു രൂപഭംഗിയില്ലാത്ത മരങ്ങളും പരസ്പരം കാറ്റടിക്കുമ്പോൾ അവയും നല്ല പാട്ടുകൾ പുറപ്പെടുവിക്കും. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തോണം പ്രിയമുള്ളവരെ, പൊട്ടിപ്പാളീഷായിരിക്കുന്ന അവസരത്തിലും തന്ത്രികളൊക്കെ തെറ്റിയിരിക്കുന്ന അവസരത്തിലും ഒരു പുതിയ രൂപം, ഒരു പുതിയ ഗാനം ആലപിക്കുവാൻ തക്കവണ്ണം സാധിക്കണം. ചിലപ്പോൾ പാട്ടൊക്കെ പാടാൻ പറയുമ്പോൾ ചിലർ പറയത്തില്ലോ തൊണ്ട അടച്ചിരിക്കുക. ചിലപ്പോൾ തൊണ്ട അടച്ചിരിക്കുന്ന അവസരത്തിൽ പാടുന്ന ചില പാട്ടുകൾ തൊണ്ടയൊക്കെ എത്ര ശരിയായിരിക്കുന്ന അവസ്ഥയെക്കാളും നല്ല പാട്ടുകളായിട്ടായിരിക്കും വെളി വരുന്നത്. മറ്റു ചിലപ്പോൾ ആരോഗ്യം തീരെ ഇല്ലാതിരിക്കുന്ന അവസരത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആരോഗ്യമുള്ളപ്പോഴത്തേനേക്കാളും നല്ലതായിരിക്കും. തെളിഞ്ഞ മനസ്സോടിരിക്കുന്ന അനുഭവത്തെക്കാളും ചിലപ്പോൾ എല്ലാം തകർന്നിരിക്കുന്ന അവസരത്തിൽ നമ്മൾ ചെയ്യും. അപ്പോൾ എങ്ങനെയാണെന്നറിയാമോ, പൊട്ടിയ ഓട്ടുകഷ്ണം പോലെ എൻ്റെ ശക്തിയായി പോയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും ദൈവം തമ്പുരാൻ ചിലതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ശക്തി ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ നല്ല ബലത്തോടൊക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ കാര്യം മാത്രമേ ചിന്തിക്കത്തുള്ളൂ. ചിലപ്പോൾ നല്ല ചില കാര്യങ്ങൾ ചെയ്യാൻ, സഹനതയുടെയും ത്യാഗത്തിൻ്റെയും ചില കാര്യങ്ങൾ ചെയ്യാൻ ചിലപ്പോഴെങ്കിലും ഈ ശക്തിയൊക്കെ ഓട്ടുകഷ്ണം പോലെയാകണം പ്രിയമുള്ളവരെ. ചിലപ്പോഴൊക്കെ പൊട്ടിക്കിടക്കുന്ന, ഉടഞ്ഞു കിടക്കുന്ന അനുഭവത്തിലും ചില നല്ലതൊക്കെ ചെയ്യാൻ പറ്റും. ഈ പൊട്ടിയിരിക്കുന്ന ഓടുകൊണ്ടും ചിലപ്പോൾ മേയാൻ പറ്റും. പൊട്ടിക്കിടക്കുന്ന ലോകത്തിൻ്റെ ആ ഓട്, ലോകമാകുന്ന ഓടുകൊണ്ടും ചില കാര്യങ്ങളൊക്കെ രൂപപ്പെടുത്താൻ പറ്റും. അതൊന്നും എഴുതിത്തള്ളാൻ പറ്റത്തില്ല. ലോകം എഴുതിത്തള്ളിക്കോട്ടെ, ലോകം പറയും ഓ പൊട്ടിക്കിടക്കുകയാണ്, പൊട്ടിപ്പാളിഷായിപ്പോയല്ലോ, പൊടിഞ്ഞു കിടക്കുവാണല്ലോ. അതിലൂടെയും ദൈവം ചിലതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു, ഉണങ്ങി പൊടിഞ്ഞിരിക്കുന്നു. അതിനെ ഒന്ന് ബലപ്പെടുത്തണം, ഒന്ന് ശക്തീകരിക്കണം. കല്ലുപോലുള്ള എല്ലാ ഹൃദയത്തെയും ഇന്നു മെഴുകു പോലുരുക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ തേജസ്സിന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. മായയായ ലോകത്തിൽ ഞാൻ ചേർന്ന് നിൽക്കാതെ എൻ്റെ രക്ഷകനാമേശുവിൽ ഞാൻ ആശ്രയിച്ചിടും. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിയിരിക്കുന്നു, നീ എന്നെ മരണത്തിൻ്റെ പൊടിയിലിട്ടിരിക്കുന്നു. നാവ് അണ്ണാക്കിനോട് പറ്റിയിരിക്കുന്നു. ആദ്യത്തേത് ആ ഒരു ഉപമാനം ജീവനില്ലാത്ത ഓട്ടുകഷ്ണത്തോട് ബന്ധപ്പെടുത്തിയ ശക്തിയെ. ഇനി നാവ് അണ്ണാക്കിനോട് പറ്റിയിരിക്കുകയാണ്. ഒരു ശബ്ദം പോലും പുറപ്പെടുവിക്കാൻ പറ്റാത്ത അവസ്ഥ. അതിനുള്ള ശക്തിയില്ല, അതിനുള്ള ബലമില്ല. പലരുടെയും നാവിന്ന് അണ്ണാക്കിനോട് പറ്റിയിരിക്കുകയാണ്. ശബ്ദരഹിതരായി മാറ്റപ്പെട്ടിരിക്കുകയാണ് പലരും. സങ്കീർത്തനക്കാരൻ സ്വയമായി സാക്ഷിക്കുകയാണ്, നാവണ്ണാക്കിനോട് പറ്റിയിരിക്കുന്നു, നാവണ്ണാക്കിനോട് പറ്റിയിരിക്കുന്നു. ശബ്ദരഹിതമായ സ്വസാക്ഷ്യം വരമൊഴിയായി എഴുതിയിരിക്കുകയാണ്. എനിക്ക് ശബ്ദമില്ല. മുമ്പേ നമ്മൾ പറഞ്ഞു, ഈ സങ്കീർത്തനത്തിൽ തന്നെ പറഞ്ഞു, ഞാൻ മനുഷ്യനല്ലാതായിരിക്കുന്നു. ഇവിടെ പറയുന്നത് ഞാൻ എൻ്റെ ശബ്ദമില്ലാതായിരിക്കുന്നു, നാവണ്ണാക്കിനോട് പറ്റിപ്പോയിരിക്കുന്നു. വെള്ളമയമില്ല, ശബ്ദമൊന്നും വെളിയിലോട്ട് വരത്തില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകും. ചില പ്രത്യേക സമയത്ത് ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നമൊക്കെ കണ്ട് മനുഷ്യൻ അലറി വിളിക്കാൻ തുടങ്ങും. ശബ്ദമൊട്ടുമില്ല. ചിലപ്പോൾ ഭീതിതമായ ചില കാഴ്ചകൾ കാണുമ്പോൾ, അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ശബ്ദം അടഞ്ഞു പോകും. തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ വരുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാൻ പറ്റത്തില്ല. ശബ്ദം ഒട്ടുമേ വെളിയിലോട്ട് വരത്തില്ല. ശബ്ദം അടയപ്പെടുന്നത് പല സാഹചര്യങ്ങൾ കൊണ്ടാണ്, പല ചുറ്റുവട്ടങ്ങൾ കൊണ്ടാണ്, വേദനകൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടുമാണ്. അടഞ്ഞിരിക്കുന്ന ശബ്ദം വെളിയിൽ വരണം. നാവണ്ണാക്കോട് പറ്റിയിട്ടുണ്ടെങ്കിൽ
നാവിനെ ചലിപ്പിക്കണം. പ്രിയമുള്ളവരെ, ഒന്നും പറയാനില്ലെങ്കിലും ഉണ്ടല്ലോ, നമ്മൾ പറയത്തില്ലയോ, പലപ്പോഴും പറയും, ചിലർക്ക് ശബ്ദമില്ല, തുടർച്ചയായിട്ട് ഉറക്കെ പാടിയാൽ ശബ്ദം ശരിയാകും, സംസാരിച്ചാൽ ശബ്ദം ശരിയാകും. ചിലരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്നത് മൂലം ശബ്ദം അടയപ്പെടുന്നുണ്ട്, അപ്പോൾ വോയിസ് റെസ്റ്റ് വരും. മറ്റു ചിലർ അധികം സംസാരിക്കാത്തത് കൊണ്ടും ഇടപെടാത്തത് കൊണ്ടും ശബ്ദം അടഞ്ഞു പോകും. ഇവിടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് ശബ്ദം അടഞ്ഞു പോയവരെക്കുറിച്ചാണ് പറയുന്നത്. ജീവിതാനുഭവങ്ങൾ കൊണ്ട് സംസാരിക്കാൻ പറ്റാത്തവരെക്കുറിച്ചാണ് പറയുന്നത്. ആരൊക്കെയോ ഇടപെട്ട് നാക്കിനെ ബന്ധിച്ചിരിക്കുന്നത് കൊണ്ട് മിണ്ടാതിരിക്കുന്നവരെക്കുറിച്ചാണ് പറയുന്നത്. ഈ സാഹചര്യത്തിൽ എനിക്ക് നിങ്ങൾക്കും ആരോടും സംസാരിക്കാനില്ലെങ്കിലും ഹൃദയം കൊണ്ടൊരു സംവേദനമാകാം. നാവ് കൊണ്ടുള്ള സംവേദനത്തേക്കാൾ ഹൃദയം കൊണ്ടുള്ള സംവേദനത്തിന് വലിയ ശക്തിയുണ്ട്. മൂകന്മാരുണ്ടല്ലോ പ്രിയമുള്ളവരെ, അവരും ബാക്കിയുള്ളവരെ ചിരിപ്പിക്കും. അവരുടെ ഒറ്റ നോട്ടം മതി, അവരുടെ ഒരു തുള്ളി കണ്ണുനീരും മതി, അനേകരെ ശക്തീകരിക്കും, അനേകരെ ബലപ്പെടുത്തും, ദൈവത്തിൽ നിറവുള്ളവരാക്കും. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഹൃദയം കൊണ്ട് എൻ്റെ വാത്സല്യമുള്ളവരെ എപ്പോഴും ചിന്തിക്കണം. നാവ് കൊണ്ട് സംസാരിക്കാൻ പറ്റാതെ നാവ് അണ്ണാക്കോട് പറ്റിപ്പോയിട്ടുണ്ടെങ്കിലും പറയേണ്ടതൊക്കെ നമ്മൾ സംസാരിച്ചോണം. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിലും പ്രാർത്ഥിച്ചോണം. ഉറക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം. നമുക്കൊത്തിരി ചില കാര്യങ്ങളുണ്ട്. നമ്മൾ പറയും, അയ്യോ എനിക്ക് ശബ്ദമുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് പാടിയേനെ. എൻ്റെയൊക്കെ പല സ്നേഹിതന്മാരുണ്ട്, നന്നായിട്ട് പാടുന്നവർ, നന്നായിട്ട് പ്രസംഗിക്കുന്നവർ, ഉപദേശങ്ങൾ കൊടുക്കുന്നവർ. ചിലർക്ക് ശബ്ദമില്ലാതായി പോയിട്ടുണ്ട്. ശബ്ദമില്ലാതെ വരുന്നതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഭാരപ്പെടുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഓർത്തോണം, ഇരിക്കുന്നിരിപ്പിൽ ശബ്ദം നഷ്ടപ്പെട്ടു പോകുമ്പോഴും പറയാൻ പറ്റാതെ പോകുമ്പോഴും നമുക്ക് ഭയം വരും. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട്, ക്യാൻസർ, മറ്റ് രോഗങ്ങൾ കൊണ്ട് ശബ്ദമടഞ്ഞു പോയവർ കാണും. സ്വനപേടകത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ശബ്ദമടഞ്ഞു പോയവർ കാണും. ആ രീതിയിലുള്ളവരും ഈ വാക്ക് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ദൈവമേ, എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു, ഇതിനൊരു ചലന സ്വാതന്ത്ര്യം നൽകണം. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അനേകർക്ക് വേണ്ടി നിലവിളിക്കണം, നല്ല കാര്യങ്ങൾ പറയണം. നമ്മൾ ഓർത്തോണം പ്രിയമുള്ളവരെ, നാവിന് ശക്തിയും ബലവും ഉള്ളപ്പോൾ പറയേണ്ടത് പറയാതിരിക്കുകയും ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുകയും നല്ല സാക്ഷ്യം പറയാതിരിക്കുകയും ചെയ്യുമ്പോൾ ചില ഘട്ടത്തിൽ നാവ് അണ്ണാക്കോട് പറ്റിപ്പോകും. മറ്റുള്ളവരുടെ ഇടപെടൽ മാത്രമല്ല. അതുകൊണ്ട് ആരോഗ്യവും ബലവും ഒക്കെ ഉള്ളപ്പോൾ ദൈവത്തെ സ്തുതിക്കണം, പാട്ടോടെ ദൈവത്തെ കീർത്തിക്കണം, പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവം ഇതിനൊക്കെയാണ് ശക്തി നൽകിയിരിക്കുന്നത്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. സത്യം അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുകയും നന്മ അറിഞ്ഞിട്ട് സാക്ഷ്യം പറയാതിരിക്കുകയും നന്മയുള്ളവന് വേണ്ടി അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ എൻ്റെ വാത്സല്യമുള്ളവനെ ശബ്ദം അടഞ്ഞു പോകും. ദൈവമൊന്ന് ഇടപെടും. അമിതമായി സംസാരിക്കുന്നെങ്കിൽ ശബ്ദം അടഞ്ഞു പോകും. വ്യർത്ഥമായ വാക്കുകൾ നീ നിൻ്റെ ജീവിത പങ്കാളിക്കോ സഹോദരങ്ങൾക്കോ ആത്മീയ പിതാക്കന്മാർക്കോ എതിരെ പറയുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ശബ്ദം അടഞ്ഞു പോകും. അതേസമയം ശബ്ദമില്ലെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനെ സംബന്ധിച്ചിടത്തോളം ദൈവം സ്വരമായി വർദ്ധിക്കും. ഒരു സ്വര നിർജ്ജരി അവിടെ ഉണ്ടാകും. മനോഹരങ്ങളായ പാട്ടുകൾ പാടി മഴ പെയ്യ്ക്കുന്നവരെക്കുറിച്ച് നമ്മുടെ പാരമ്പര്യത്തിൽ പറയുന്നുണ്ട്. ത്യാഗരാജ സ്വാമികളെ പോലെയുള്ളവരെ പറ്റി ഇന്ത്യൻ പാരമ്പര്യം പഠിപ്പിക്കുന്നുണ്ട്. പാട്ടുപാടി മഴ പെയ്ച്ചു എന്ന് പറയുന്നുണ്ട്. നൃത്തം ചെയ്ത് മഴ പെയ്ച്ചവരെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മളൊന്ന് ചിന്തിക്കണം. എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുകയാണ്. എൻ്റെ സർവശക്തനായ ദൈവമേ, എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിപ്പോയാലും ആ വറ്റുന്നതുവരെയുള്ള സമയം നമ്മൾക്കൊരു മുന്നറിയിപ്പാണ്. ഏത് നിമിഷവും അണ്ണാക്കോട് പറ്റിപ്പോകും. അതിനു മുൻപ് വരെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ, പറയേണ്ട നന്മകൾ, പറയേണ്ട സാക്ഷ്യങ്ങൾ, സത്യസന്ധമായ കാര്യങ്ങൾ പറയണം. നിരപരാധിയെ ക്രൂശിച്ചിട്ടുണ്ടെങ്കിൽ നീ തുറന്നു പറയണം. നിനക്കറിയാവുന്ന സത്യം തുറന്നു പറയണം. അല്ലെങ്കിൽ വറ്റിപ്പോയ നാവ് കൊണ്ട് അവസാനം ബബ്ബപ്പ പറയേണ്ട ഒരവസ്ഥ വരും. തലമുറകളിലേക്കൂടെ അത് മാറിപ്പോകും. ഈ നാവ് കൊണ്ട് നല്ലത് നമ്മൾ പറയുമ്പോൾ നമ്മളെ അനേകരും നല്ലത് പറയും. ആരൊക്കെ നമ്മുടെ നാവ് നിശബ്ദമാക്കിയിട്ടുണ്ടോ ദൈവം നമ്പുരാൻ അതിന് പ്രതിവിധി തരും. വീണ്ടും ഒരു കാര്യം അതിൽ പറഞ്ഞിരിക്കുകയാണ്. നീ എന്നെ മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടിരിക്കുന്നു, നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു, എൻ്റെ കൈകളും കാലുകളും തുളച്ചു. 16-ാം വാക്യം.
നായ്ക്കൾ എന്നെ വളഞ്ഞു. മുമ്പേ നമ്മൾ കണ്ടു 12-13 വാക്യത്തിൽ പറയുന്നത് കാളകളും ബാശാൻ കൂറ്റന്മാരും വളഞ്ഞു, ആർത്തിയോടെ അലർന്ന സിംഹം പോലെ വായ് പിളർക്കുന്നു. അതിനുശേഷമാ പറയുന്നത് നായ്ക്കൾ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം ചുറ്റിയിരിക്കുന്നു. നായ്ക്കൾ പല രീതിയിലുള്ളതുണ്ട്. ആധുനിക കാലത്തെ നായ്ക്കളെപ്പറ്റി നിങ്ങളോട് പറഞ്ഞാൽ ഞാൻ കൂടുതൽ പറയണ്ട. അക്രമകാരികളായി മാറ്റപ്പെട്ട നായ്ക്കളുണ്ട്. അവരവരുടെ ഒരു കോളനി സൃഷ്ടിക്കുന്നുണ്ട്. പാചകം ചെയ്ത ഭക്ഷണത്തെക്കാളും പച്ചമാംസം മാത്രം കഴിക്കാൻ ആഗ്രഹിക്കുന്ന നായ്ക്കളുണ്ട്. നമ്മളുടെ മൃഗജാലങ്ങളെ, പക്ഷിമൃഗാദികളെ കൊന്നൊടുക്കുന്നത് നായ്ക്കളുണ്ട്. പുറകെ നടന്ന് കടിക്കുന്ന നായ്ക്കളുണ്ട്. ഈ കോവിഡും മറ്റും വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു സംസ്കൃതി തന്നെ രൂപപ്പെട്ടു. പ്രത്യേകിച്ച് ഭക്ഷണപദാർത്ഥങ്ങളുടെ വേസ്റ്റും മറ്റും ആവശ്യമില്ലാത്ത സ്ഥാനങ്ങളിൽ ആവശ്യമില്ലാത്ത രീതിയിൽ കൊണ്ടിട്ടതോടുകൂടി വേറൊരു തലം തന്നെ വന്നു. നായ്ക്കള് സ്നേഹമുള്ള നായ്ക്കളുണ്ട്, വളർത്തു നായ്ക്കളുണ്ട്, തെരുവ് നായ്ക്കളുണ്ട്. വളർത്തു നായ്ക്കളാണെങ്കിൽ പോലും റോഡ് വീലറിനെ പോലെ അക്രമകാരികളായിട്ടുള്ളവരുണ്ട്. കടിച്ചു കീറുന്ന നായ്ക്കളുണ്ട്. പണ്ടുള്ളവർ പറയും കുരയ്ക്കുന്ന നായ് കടിക്കത്തില്ലെന്ന് പറയും. ചില നായ്ക്കൾ കുരയ്ക്കത്തേയില്ല, അക്രമകാരികളാണ്. നമ്മളെ കാണുമ്പോൾ സ്നേഹത്തോടെ ഓടി വരുന്ന നായ്ക്കളുണ്ട്. മനുഷ്യനെ ദൂരെ നിന്ന് കാണുമ്പോഴേ കൂട്ടിൽ കിടന്നാലും കടിച്ചു കീറാൻ ശ്രമിക്കുന്ന നായ്ക്കളുണ്ട്. നായ്ക്കൾ എന്നെ വളഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോ. പലപ്പോഴും നമ്മൾ വീഡിയോകളൊക്കെ കാണാറുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ചുറ്റും അലറി അടുക്കുന്ന നായ്ക്കൾ, കുഞ്ഞുങ്ങളെ കടിച്ചു കീറുന്നത്, കണ്ണും മുഖവും കടിച്ചു കീറുന്നത്. ഒരു നിമിഷം നമ്മുടെ ശ്രദ്ധ മാറിപ്പോയാൽ പ്രായമുള്ള ഒരു മനുഷ്യരെ പോലും കടിച്ചു കൊല്ലാൻ ശക്തിയുള്ള നായ്ക്കൾ. ഇവിടെ അതിനേക്കാൾ ശക്തിയുള്ള നായ്ക്കളെക്കുറിച്ച് പറയുകയാണ്. ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ വളഞ്ഞു. അതേ എൻ്റെ പ്രിയമുള്ളവരെ, ചില നായ്ക്കൾ പേപിടിച്ച നായ്ക്കളാണ്. നമ്മൾ ഇടപെടുന്ന മേഖലയിൽ ഓർത്തോണം. സ്നേഹമുള്ള നായ്ക്കളുണ്ട്, വളർത്തു നായ്ക്കളുണ്ട്. വളർത്തു നായ്ക്കളാണെങ്കിലും യജമാനന്മാരെ സ്നേഹിക്കുകയും ബാക്കിയുള്ളവരെ കടിച്ചു കീറുന്നതുമുണ്ട്. വളരെയധികം ഉപദ്രവികളായി പേപിടിച്ച നായ്ക്കളുണ്ട്. ഇങ്ങനെയുള്ള പലതും കാണാം. നമ്മളുടെ വളർത്തു നായ്ക്കളെ പോലും ചിലപ്പോൾ പേപിടിച്ച നായ്ക്കൾ അക്രമകാരികളാക്കി മാറ്റും. നമ്മൾ വളർത്തുന്ന നായ്ക്കൾ പോലും ചിലപ്പോൾ നമ്മളുടെ പക്ഷിമൃഗാദികളെ കടിച്ചു കീറിയെന്നിരിക്കും, വീട്ടിലുള്ളവരെ കടിച്ചെന്നിരിക്കും. വളഞ്ഞിരിക്കുന്ന നായ്ക്കൾ ശക്തരാ. എന്നിട്ട് വീണ്ടും പറയുന്നു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. കൈകളും കാലുകളും തുളയ്ക്കുവാൻ തക്കവണ്ണം ശക്തമായൊരു അനുഭവം വന്നിരിക്കുകയാണ്. ക്രൂശിന്മേൽ കിടന്ന കർത്താവിന് ചുറ്റും അതല്ലേ സംഭവിച്ചത്? നായ്ക്കളെ പോലെ കുരച്ചില്ലേ? അവനെ ക്രൂശിക്കാൻ അലറി വിളിച്ചില്ലേ? കൊടുത്ത കൈക്ക് തന്നെ കടിച്ചില്ലേ? അലറി വിളിച്ചില്ലേ? അലറി അടുത്തില്ലേ? മാടപ്രാവിനെ പോലെ, കുഞ്ഞാടിനെ പോലെയുള്ള നമ്മുടെ കർത്താവിന് ചുറ്റും അലറി അടുത്തു വന്നെങ്കിൽ നമുക്ക് പിന്നെ എന്തു ശങ്ക? മാറ്റമൊന്നുമില്ലതാൽ ഇതൊക്കെ നമുക്കും വരും. ലോകത്തിലെ പ്രഗത്ഭരൊക്കെ പോയി, നമ്മളുടെ രക്ഷകൻ തന്നെ കഷ്ടപ്പാടുകൾ സഹിച്ചു. നമുക്കും ശങ്കയൊന്നുമില്ല. ഇതിനെയൊക്കെ നമ്മളും കടന്നു പോയേ പറ്റത്തുള്ളൂ. ജീവിതത്തോട് നമ്മൾ കൂടുതലായിട്ട് തിരിച്ചറിവുകൾ വരണം. എനിക്കൊന്നേ പറയാനുള്ളൂ, ദുഷ്ടന്മാരുടെ കൂട്ടം ചുറ്റി വളയുമ്പോഴും, നായ്ക്കൾ നമ്മളെ വളയുമ്പോഴും, കൈകളും കാലുകളും തുളയ്ക്കുമ്പോഴും എനിക്ക് നിങ്ങൾക്കും ഒരു വലിയ പ്രത്യാശയുണ്ട്. അതിൻ്റെ ഇടയിൽ ഒറ്റപ്പെട്ടിട്ടും രക്ഷയായി ലോകത്തിൽ അവതരിച്ച തമ്പുരാൻ, കൈകളും കാലുകളും തുളയ്ക്കപ്പെട്ട തമ്പുരാൻ നമുക്കൊരു വലിയ സാക്ഷ്യമാണ്. ആ കൈകളിലും കാലുകളിലും ആണിപ്പാടുകളുണ്ട്. അവൻ്റെ ആണിപ്പാടുകളിലേക്ക് നമ്മൾക്ക് കൈകളിടാം, ആണിപ്പാടുകളെ അമർത്തി ചുംബിക്കാം. എൻ്റെ ദൈവമേ, എനിക്കൊരു പ്രാർത്ഥനയുള്ളത്, ദൈവമേ, നായ്ക്കൾ കുരച്ചോട്ട്, അവ പേപിടിച്ച നായ്ക്കളാകരുതേ എന്നൊരു പ്രാർത്ഥനയുണ്ട്. നായ്ക്കൾ ശക്തരായിക്കൊള്ളട്ടെ, ദൈവമേ, അക്രമകാരികളാക്കി അവയെ മാറ്റരുതേ എന്നൊരു പ്രാർത്ഥനയുണ്ട്. അക്രമകാരികളും പേപിടിച്ചവരുമായ നായ്ക്കളെ വളർത്തു നായ്ക്കളായി മാറ്റാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടെങ്കിൽ, ഇണക്കുവാൻ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ നമ്മളത് കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. കുരച്ചുകൊണ്ടുവരുന്ന ഒരു കടിയൻ പട്ടിയുടെ മുമ്പിൽ പോലും പേടിക്കാതെ നിൽക്കുന്ന ഒരു തലം. ചിലർ പറയാറില്ലയോ, ചില മോഹൻലാൽ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്,
കടിക്കാൻ വരുന്ന പട്ടിയുടെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി കടിക്കാൻ വേണ്ടി വിട്ടവരുടെ നേരെ തിരിച്ചുവിടുന്ന ചില തലങ്ങൾ, ചില കടിയൻ പട്ടികളെ പോലും ഇണക്കുവാൻ തക്കവണ്ണം ഭക്ഷണവും മറ്റും കൊടുത്ത് ഇണക്കുന്ന ചില വ്യക്തിത്വങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ കാളകളുടെ കൂട്ടത്തെയും ഉപദ്രവിക്കുന്ന ബാസാൻ കൂറ്റന്മാരുടെ കൂട്ടത്തെയും ചാടി വരുന്ന നായ്ക്കളുടെ കൂട്ടത്തെയും ഒക്കെ എങ്ങനെ പ്രയോജനപ്പെടുത്താം? നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്, പഴയകാലത്ത് കാവുകളൊക്കെ ഉണ്ട്. അതായത് പാമ്പുകൾക്ക്, സർപ്പങ്ങൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവയെ തൃപ്തിപ്പെടുത്തി അവയെപ്പോലും അനുകൂലമാക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അനുഗ്രഹമൂർത്തികളാക്കി മാറ്റുന്ന ചില സാഹചര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഉപദ്രവിക്കുന്നവയെയും ശപിക്കുന്നവയെയും പോലും പ്രത്യേകമായ സ്നേഹത്താൽ ഇണക്കിക്കൊണ്ടുവരുന്ന ഒരു പാരമ്പര്യമുണ്ട്. നമ്മുടെ വേദകാലം തൊട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ കടിയൻ പട്ടികളെയും ദുഷ്ടതയോടെ ഇടപെടുന്നവരെയും ദുഷ്ടമനുഷ്യരെയും ഒക്കെ വളർത്തുനായ്ക്കളാക്കി മാറ്റണം, നമ്മളുടെ കാവലാളുകളാക്കി മാറ്റണം. കർത്താവിൻ്റെ മനുഷ്യാവതാരം അതിനുവേണ്ടിയാണ്. അവൻ്റെ കൈകളും കാലുകളും തുളച്ചാലും അതിൽ നിന്ന് വരുന്ന രക്തം കൊണ്ട് കുത്തുന്നവന് പോലും അനുഗ്രഹം കൊടുക്കണം. കർത്താവിൻ്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ പാരമ്പര്യം പറയുന്നത് കർത്താവിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചവനായ ഒരു പടയാളി, അവനെക്കുറിച്ച് പറയുന്നുണ്ട്. ലോങ്കിനൂസ് എന്ന അവൻ്റെ പേര്. കർത്താവിൻ്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ ആ കുത്തിയ അവസരത്തിൽ ആ വിലാപ്പുറത്ത് നിന്നും രക്തവും വെള്ളവും അവൻ്റെ മുഖത്തേക്ക് വീണെന്നും അവന് കാഴ്ചശക്തി ഒറ്റക്കണ്ണായിരുന്നവൻ്റെ 2 കണ്ണും ശരിയായി വന്നു എന്നും പാരമ്പര്യമുണ്ട്. ആയതുപോലെ എനിക്ക് വീണ്ടുമുള്ള പ്രാർത്ഥന ഇതാ, ഒന്നിനെയും ദുഷ്ടന്മാരായിട്ട് എഴുതി തള്ളണ്ട. കൊരകൾ കേൾക്കുമ്പോൾ പേടിച്ചകത്ത് കയറുക എന്നുള്ളതല്ല, ഭയപ്പെടാതെ നിൽക്കുവാൻ സാധിക്കണം. ദൈവമേ, അവയുടെ ഇടയിലും ശക്തിയായിട്ട് നിൽക്കണം. കണ്ണുകളിലേക്ക് നോക്കി അവയെപ്പോലും ഇണക്കുവാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ പഠിക്കണം. വന്യമൃഗങ്ങളെയും വലിയ പട്ടികളെയും ഒക്കെ അങ്ങനെ ആക്കി മാറ്റാമെങ്കിൽ നമുക്കും ചിലതൊക്കെ പറ്റും. നമ്മുടെ ഒരു നോട്ടത്തിലൂടെ, ഒരു സ്പർശനത്തിലൂടെ, ഒരു ഭാവത്തിലൂടെ, ഒരു കഷ്ണം ഭക്ഷണത്തിലൂടെ, വസ്ത്രത്തിലൂടെ, സ്നേഹാധിഷ്ഠിതമായ ചുറ്റുവട്ടങ്ങളിലൂടെ ചിലരെയൊക്കെ നമുക്ക് രക്ഷപ്പെടുത്താം, തിരിച്ചു കൊണ്ടുവരാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ക്രൂസ് നമുക്ക് വെളിച്ചമാകട്ടെ, കഷ്ടാനുഭവം വെളിച്ചമാകട്ടെ. ഈ ധ്യാന ചിന്തകൾ നമ്മൾക്ക് നൂതന ചിന്തകൾക്ക് വഴിത്താരിയാകട്ടെ. ദൈവം തൻ്റെ വലങ്കരം നീട്ടി സദാകാലവും നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.